ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ പടച്ചവന്റെ കിതാബിലെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യമാർ വീടിന്റെ ഒരു മൂലയ്ക്ക് ഇരിക്കാനുള്ളവരാണെന്ന്. പിന്നെ അവർ ഈ പറയുന്ന കണക്ക് ഈ ദൈവത്തിന്റെ ദൈവനാമമൊക്കെ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രം ചിരിക്കുകയോ സന്തോഷിക്കുകയോ വെളിയിലേക്ക് ഇറങ്ങിയ വെളിലോകം കാണിയെ ആസ്വദിക്കുകയോ പ്രത്യേകിച്ച് മഞ്ഞൾ തൊടുക പോലും ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഈ പറയുന്ന കൃത്യമായിട്ട് ഖുറാനൊക്കെ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന നബിവചനമൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ, കാരണം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല, എനിക്ക് അറിവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനും കഴിയത്തില്ല. അപ്പം എന്നെ ഒന്ന് സഹായിക്കുക. അത്തരത്തിൽ എവിടെയെങ്കിലും ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാക്കുക. ഇനി കുറേ പേരുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടു, നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് ഉമ്രയ്ക്ക് വല്ലതും ആ പൈസയ്ക്ക് പോയിക്കൂടെ എന്ന്. ഞാൻ അന്വേഷിച്ചപ്പം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ആ ഉമ്മ ഉമ്രയ്ക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് മകളോടൊപ്പം ഇങ്ങനൊരു മണാലി ട്രിപ്പ് നടത്തിയിട്ടുള്ളത്. ആ കാര്യം കൂടി ഒന്ന് ആദ്യമേ പറയുന്നത്. നമുക്കപ്പോൾ എന്തായാലും ആ ഉമ്മയുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം, എന്താ ഞാൻ റിച്ചുവിൻ്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വന്നടി മക്കളെ. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഉമ്മയുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതിലെ ഏറ്റവും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആ ഉമ്മ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ദൈവത്തിനേക്കാൾ വലിയ സന്തോഷമാണ് ഈ ട്രിപ്പുകളൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു മൂലയ്ക്ക് മാത്രം ഇരുന്നിട്ടുള്ള ലോകത്തിലെ ഒരു സന്തോഷങ്ങളും ഇതുവരെ അറിയാൻ കഴിയാതിരിക്കുന്ന ഉമ്മമാർക്ക് അല്ലെങ്കിൽ ബാപ്പമാർക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് ഇതുപോലുള്ള യാത്രകൾ, അവർ കാണാത്ത കാഴ്ചകളൊക്കെ. അത് കൊടുത്തിട്ടുള്ള ആ മകൾക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇതുപോലെ അമ്മമാരുടെ അച്ഛന്മാരുടെ സന്തോഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയത് എന്ന്, അല്ലെങ്കിൽ അവർ എന്ത് ഭക്ഷണമാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പോലും അറിയാതെ ഒരു മൂലയ്ക്കിരുന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന മക്കളുമാരുള്ള കാലമാണ്, അവരെ ഇറക്കി വിടുന്ന ആൾക്കാരുള്ള കാലമാണ്. ആ സമയത്ത് ആ മകൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് ഉസ്താദിന് ഇത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഉസ്താദുമാരെയും ഇത് കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. കാരണം കുറേ ആൾക്കാരെ കമന്റ് സെക്ഷനിൽ ഉസ്താദായിട്ടുള്ള ആൾക്കാരൊക്കെ അത് കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയാനൊക്കെ കേട്ടിരുന്നു. അവരും ഇതുപോലല്ല ഇതിനെ ന്യായീകരിച്ചൊന്നും പറഞ്ഞില്ല. ഈ ഉസ്താദ് പറഞ്ഞതുപോലെ ഈ 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഭാര്യയാണ് ഇതുപോലെ മഞ്ഞിൽ പോയി കിടന്ന് കളിക്കുന്നത്, ഇതൊന്നും പറ്റിയതല്ല എന്നുള്ള രീതിക്ക്. അപ്പൊ നമ്മുടെ ഉസ്താദിന്റെ വാക്കൊന്ന് കേൾക്കാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഈ ഉസ്താദിന്റെ വാക്ക് കേട്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പുറം ലോകം കാണാൻ പാടില്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എരിഞ്ഞടങ്ങി തീരേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം, അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം എരിഞ്ഞടങ്ങി തീരേണ്ട ജന്മങ്ങളാണോ സ്ത്രീകൾ എന്ന് പറയുന്നത്? സ്ത്രീ മാത്രമല്ല, ഈ പറഞ്ഞ പുരുഷന്മാരായാലും അങ്ങനെയൊക്കെ. ഇതിലിപ്പോൾ സ്ത്രീയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യ മരിച്ച ഭർത്താവ് വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ഒരാളും പറയത്തില്ല. കാരണം പറയാനൊരു കാര്യമുണ്ടല്ലോ, അയാൾ വേണമല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലി ചെയ്യാനെന്ന് പറഞ്ഞാൽ. ഭർത്താവ് മരിച്ച സ്ത്രീകളും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്നുണ്ട്, അവർക്കും ജോലി സംബന്ധമായിട്ടുള്ള പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ഉസ്താദ് എന്ത് പറയുമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇതിൽ നിന്ന് എനിക്കത് കേട്ട സമയത്ത് ഇത്രയും രോഷം വരാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയായി ജനിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ഉമ്മമാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പണ്ട് ഇതുപോലെ ജനിക്കുന്നു, ഇത്രയും പ്രായം അല്ലെങ്കിൽ 40-50 വയസ്സുള്ള അമ്മമാരുടെ കാര്യം എടുക്കുന്ന സമയത്ത് അവർ ജനിക്കുന്നു. അതിനുശേഷം ഒരു പെണ്ണായി പിറന്നാൽ മിക്ക വീടുകളിലും പറഞ്ഞു ശീലിക്കുന്നത്, നീ മറ്റൊരു വീട്ടിലേക്ക് കയറി പോകേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നീ വീട്ടു ജോലികൾ പഠിക്കണം. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ടൈം തൊട്ടേ വീട്ടിലെ ജോലികൾ പഠിപ്പിക്കുന്ന അമ്മയെയും വീട്ടുകാരെയും, അതായത് ആ കുട്ടിയുടെ അമ്മയെയും അമ്മമാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധുജനങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു 8-10 വയസ്സാകുമ്പോഴേ കുട്ടികൾ ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ജോലികളൊക്കെ പഠിച്ചു തുടങ്ങും. ഇതാണ് ഒരു സ്ത്രീയുടെ ആദ്യത്തെ ജന്മങ്ങളിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ആ ജന്മത്തിന്റെ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 18 വയസ്സാവുന്ന തൊട്ട്, അതിന് മുന്നേ തന്നെ ഏകദേശം നമുക്കറിയാം പെൺകുട്ടികൾക്ക് പക്വത ആർജിക്കും. അപ്പം തൊട്ടേ പറഞ്ഞു കൊടുക്കുക കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലോ ഇതുപോലെ മിക്ക അമ്മമാരും പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ
ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി വെച്ചുണ്ടാക്കി അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവരുടെ ഈ പറയുന്ന വിഴുപ്പലൊക്കെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുക. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇതുപോലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവസാനം ആകുമ്പോഴത്തേക്ക് ആർക്കും വേണ്ടാതെ അല്ലെങ്കിൽ എരിഞ്ഞടങ്ങി ഇതുപോലെ സ്വന്തം ഇഷ്ടങ്ങളോ മറ്റൊരാൾക്കും പറയുക പോലും ചെയ്യാതെ എല്ലാം സഹിച്ച് കഴിയുക. ഇതാണ് ഒരു സ്ത്രീ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. കാലം മാറിപ്പോയി ഉസ്താദെ, പണ്ടത്തെ കാലത്തൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങളൊന്നും മക്കളുമാരിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് ഈ ജന്മം നൽകിയ അച്ഛനെയും അമ്മേനെയും ഒരുപാട് സ്നേഹിക്കുന്ന മക്കളുള്ള കാലമാണിതെന്ന് പറയുന്നത്. ഇല്ലാത്തവരും ഉണ്ട്, പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിച്ച് പറയാൻ പറ്റത്തില്ല. നല്ല മക്കളും നല്ല രീതിക്ക് വളരുന്ന മക്കളും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് എന്ത് തരത്തിലുള്ള ഇഷ്ടങ്ങളാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അവരുടെ പൈസ വരുന്നതിനനുസരിച്ച് അത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്ന, അവരുടെ സന്തോഷങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന മക്കളും ഉള്ളൊരു കാലമാണ്. ഇതിപ്പം കണ്ട ആളുടെ കൂടെയൊന്നും അല്ലല്ലോ ഈ ഉമ്മ ഈ പറയുന്ന ടൂറിന് പോയിട്ടുള്ള അല്ലെങ്കിൽ മണാലിയിൽ പോയെന്ന് പറയുന്നത്. സ്വന്തം മകള് തന്നെയാണ് ആ ഉമ്മയെ ടൂറിന് കൊണ്ടുപോയെന്ന് പറയുന്നത്. അതിൻ്റെ പാക്കേജിങ് ബാക്കി കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനിയാണ് ഈ വീഡിയോ എടുത്ത് വൈറലാക്കിയതെന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റയിൽ ഇട്ടു, അത് ഭയങ്കര വൈറലായി പോവുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അത് കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഉമ്മയുടെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. സാധാരണ ഒരു സ്ത്രീ പറയുന്നത് പോലെയാണ് ഉമ്മ പറയുന്നത്. കണ്ടോ മക്കളെ, ഞാനിവിടെ ഈ ഇത്രയും വയസ്സിൽ ഇവിടെ കിടക്കുന്നതുണ്ടോ, നീയൊക്കെ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് ഏതൊരാളും സാധാരണ രീതിക്ക് കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. അത് ട്രെൻഡായിപ്പോയി, വൈറലായിപ്പോയി. അത് കാണുന്ന സമയത്ത് ഇത്രയധികം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അറിഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഉംറയ്ക്കൊക്കെ പോയി ആ ഉമ്മയുടെ വേഷവിധാനം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നല്ല രീതിക്ക് നല്ല ജീവിതത്തിൽ തന്നെ നടക്കുന്നത്. കാരണം ഇവിടെ വൃത്തിയായിട്ട രീതിക്ക് നടക്കുന്ന സ്ത്രീകളുണ്ട്. കണ്ടോ മാരുടെ ഈ പറയുന്ന റോഡ് എല്ലാം ടൂറിന് പോകുന്ന അല്ലെങ്കിൽ 2-3 ഭാര്യമാരുള്ള ഭർത്താക്കന്മാരോടെ ഇറങ്ങി പോകുന്ന അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന. അവരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു ഉമ്മയല്ല. കൃത്യമായിട്ട് ഈ പറയുന്ന ആ മോളെ നന്നായിട്ട് വളർത്തുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവത്തിന്റെ കാര്യങ്ങളും അല്ല അല്ലെങ്കിൽ ആ പറയുന്ന നല്ല രീതിക്ക് നടക്കുന്ന ഒരു ഉമ്മയല്ലേ. ആ ഉമ്മയെക്കുറിച്ചൊക്കെ ഇത്തരത്തിൽ വന്നിട്ടൊക്കെ കമന്റ് സെക്ഷനിലൂടെ പറയുന്ന സമയത്ത്, അത് ഒരു ഉസ്താദ് വന്ന് പറയുന്ന സമയത്ത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമല്ല. കാരണം അപ്പം ഞാൻ ആലോചിച്ച് പോയ കാര്യം, ഈ ഉസ്താദിന്റെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നുള്ളത്, എന്തുമാത്രം സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു കല്യാണത്തിലെങ്കിലും വെളിയിൽ ഇറക്കും എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവർക്കൊന്ന് ചിരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് സംശയം തോന്നിപ്പോയെന്ന് പറഞ്ഞത്. കാരണം പറയുന്ന സ്ത്രീ ജന്മങ്ങൾ ഒരുപക്ഷെ ഉറക്കൊക്കെ ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളായിരിക്കും ഈ ഒരു ഉസ്താദ് എന്ന് പറയുന്നത്. കേട്ടപ്പോൾ തോന്നിപ്പോയ ഒരു കാര്യം തുറന്നത്. അതല്ല സ്വന്തം വീട്ടിൽ ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചോദിച്ചു പോകുന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ പറയുന്ന ഒരു വ്യക്തി, ഉസ്താദ് അല്ല ഏതൊരു മനുഷ്യനായാലും ഇത്തരത്തിൽ പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പുന്നരിച്ച് വളർത്തുന്ന ഒരു മകള്, ആ മകൾക്ക് ഏതെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും പ്രായത്തിൽ വെച്ചിട്ട് ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് ഏതെങ്കിലും മൂലയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്തെ ഈ വേദനയുടെ വില മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ആഴം മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ നാവെടുത്ത് പറയാം, മകളെ അല്ലെങ്കിൽ മോളെ ഇങ്ങനെ മൂലയ്ക്ക് ഇരിക്കരുത്, നിനക്ക് ഈ ഇത്രയും പ്രായമല്ലേ ആയുള്ളൂ, നീ വെളിയിലോട്ട് ഇറങ്ങാത്തത്, നീ എന്താ ഒന്ന് ചിരിക്കാത്തത്, നീ എന്താ ആൾക്കാരോടൊന്നും മിണ്ടാത്തത് എന്ന് പറയാൻ തോന്നും. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. അതല്ല ഇനി അതിനും ഇങ്ങനെ തന്നെ പറയുന്ന ആളാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ പറഞ്ഞത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേര് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് സെക്ഷനിലൂടെ പറയുന്നത്, ഒരു കിതാബിലും ഒരു പുസ്തകത്തിലും ഒരു പടവച്ചവന്റെ ന്യായീകരണത്തിലും ഇത്തരത്തിലൊരു വാദഗതി പറഞ്ഞിട്ടില്ല. പുറലോകം കാണരുത്, സന്തോഷിക്കരുത്, മഞ്ഞിൽ ആർമാദിക്കരുത്, അല്ലെങ്കിൽ വയസ്സാങ്കാലത്ത് ഇത്തരത്തിൽ പോകണമെന്ന്. ഇനി കുറെ ആൾക്കാർ വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ വയസ്സാങ്കാലത്ത് വസ്തു വിറ്റിട്ട് പൈസയ്ക്ക് ഉംറയ്ക്ക് പൊയ്ക്കൂടെ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞത്. ആ ഉമ്മ പോകേണ്ടടുത്തൊക്കെ കൃത്യമായിട്ട് പോയതിന് ശേഷം ദൈവവിചാരം നല്ല രീതിക്ക് ഉള്ള ഒരു ഉമ്മ കൂടിയാണ്. ഇനി ദൈവവിചാരം വേണോ വേണ്ടെന്നുള്ളത് അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമുക്കിതൊന്നും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുന്ന സമയത്ത് വല്ല ഇതും തോന്നുന്ന സമയത്ത് നമ്മളതങ്ങ് വിളിച്ച് പറയുകയല്ല ചെയ്യുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതം ഭദ്രമാക്കി ഇരിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷം ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ ഒരു മനസ്സറിഞ്ഞൊന്ന് ചിരിപ്പിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പടച്ചവന്റെ അനുഗ്രഹം അതിൽ കൂടുതൽ കിട്ടാനൊന്നുമില്ല. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഉമ്മയുടെ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് മക്കൾക്ക് ചിലപ്പോൾ ഒരു പ്രചോദനമായിട്ടുണ്ടായിരിക്കും. എനിക്കും ഉണ്ടല്ലോ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം, അപ്പം ഇതുപോലെ അടുക്കള പണി ചെയ്ത് ഏത് സമയം ഇങ്ങനെ ഇരിക്കുന്നത്, ഞാനും ഒരു സർപ്രൈസ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ തോന്നിയ ഒരു മക്കളെങ്കിലും അല്ലെങ്കിൽ ഒരു മകനോ മകളോ എങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ വൈറൽ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പ്രയോജനപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം വീട്ടിലിരിക്കേണ്ടവരെന്നല്ല, അല്ലെങ്കിൽ ലോകം കാണാതിരിക്കേണ്ടവരൊന്നും അല്ല ഈ പറയുന്ന ഉമ്മമാര് അല്ലെങ്കിൽ അമ്മമാര് അച്ഛന്മാരെന്ന് പറയുന്നത്. നമുക്ക് പൈസ ഉണ്ടാകുന്നതനുസരിച്ച്, നമുക്ക് അതിനുള്ള സാഹചര്യം അനുസരിച്ച് നമ്മൾ പോകുന്നതിനോടൊപ്പം അവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ പരം സന്തോഷം വേറൊന്നും ഇല്ല കൊടുക്കാൻ.